It's me, TP Shameem. Welcome all to Shameem's Life Skill Training Solutions. ഇനി നമ്മൾ മറ്റൊരു വേർഡും കൂടി ചേർത്തുകൊണ്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ ഒരിക്കൽ കൂടി പോവുകയാണ്. അപ്പം ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഡിസപ്പോയിൻറ്റഡ് എന്നുള്ളൊരു വേർഡ് വെച്ചിട്ടാണ് പറയുന്നത്. ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നിരാശനാവുക, റൈറ്റ്? ഡോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. നിരാശനാവരുത്. ഐ എം നോട്ട് ഡിസപ്പോയിൻറ്റഡ്. ഞാൻ നിരാശനല്ല. ഷീ ഈസ് നോട്ട് ഡിസപ്പോയിൻറ്റഡ്. അവൾ നിരാശയല്ല. ദേ ആർ നോട്ട് ഡിസപ്പോയിൻറ്റഡ്. അവർ നിരാശരല്ല. ഐ വാസ് നോട്ട് ഡിസപ്പോയിൻറ്റഡ്. ഞാൻ നിരാശനായിരുന്നില്ല. ദേ വർ നോട്ട് ഡിസപ്പോയിൻറ്റഡ്. അവർ നിരാശരായിരുന്നില്ല. ഐ വോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ഞാൻ നിരാശനാവുകയില്ല. ഐ കാൺട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് ഒരിക്കലും നിരാശനാവാൻ കഴിയില്ല. ഐ കുഡൻറ്റ് ബി ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് നിരാശനാകാൻ കഴിഞ്ഞില്ല. യു ഷുഡ് നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. നിങ്ങൾ നിരാശനാവരുത്. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് ഒരിക്കലും നിരാശനാവണ്ട. അങ്ങനെയുള്ളൊരു ക്യാരക്ടറല്ല ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കൂടി, ഒരു വേർഡും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരിക്കൽ കൂടി നോക്കുക. ആംഗ്രി അഥവാ ദേഷ്യം എന്നുള്ളൊരു വേർഡ് വെച്ചിട്ടാണ്. ഡോണ്ട് ബി ആംഗ്രി. ദേഷ്യം പിടിക്കരുത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടരുത്. ഐ എം നോട്ട് ആംഗ്രി. ഞാൻ ദേഷ്യക്കാരനല്ല. ഷീ ഈസ് നോട്ട് ആംഗ്രി. അവൾ ദേഷ്യക്കാരിയല്ല. ദേ ആർ നോട്ട് ആംഗ്രി. അവർ ദേഷ്യക്കാരല്ല. ഐ വാസ് നോട്ട് ആംഗ്രി. ഞാൻ ദേഷ്യക്കാരനായിരുന്നില്ല. ദേ വർ നോട്ട് ആംഗ്രി. അവർ ദേഷ്യക്കാരായിരുന്നില്ല. ഐ വോണ്ട് ബി ആംഗ്രി. ഞാൻ ദേഷ്യക്കാരനാവുകയില്ല. ഐ കാൺട്ട് ബി ആംഗ്രി. എനിക്ക് ദേഷ്യക്കാരനാവാൻ കഴിയില്ല. ഐ കുഡൻറ്റ് ബി ആംഗ്രി. എനിക്ക് ദേഷ്യക്കാരനാകാൻ കഴിഞ്ഞില്ല. യു ഷുഡ് നോട്ട് ബി ആംഗ്രി. നിങ്ങൾ ദേഷ്യക്കാരനാവരുത്. അത് നിങ്ങളെ ദോഷം ചെയ്യിക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ബി ആംഗ്രി. എനിക്ക് ദേഷ്യക്കാരനാവണ്ട. ഞാൻ അത്രക്കാരനല്ല. സോ ദിസ് ഈസ് ദ ടോട്ടൽ കൺസ്ട്രക്ഷൻ ഓഫ് നെഗറ്റീവ്. ഈ നെഗറ്റീവ് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പോസിറ്റീവും നെഗറ്റീവുമായ എല്ലാ സെൻറ്റൻസുകളെയും ഒരുമിച്ച് കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി പോവുകയാണ്. അഥവാ ബി എന്ന സെൻറ്റൻസ് സ്ട്രക്ചർ മുതൽ വാണ്ട് ടു ബി എന്ന സെൻറ്റൻസ് സ്ട്രക്ചർ വരെയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും പോസിറ്റീവിലും നെഗറ്റീവിലും പറയാൻ വേണ്ടി പോവുകയാണ്. സ്മാർട്ട് അഥവാ മിടുക്കൻ. സ്മാർട്ട് എന്ന വേർഡ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ രണ്ട് കൺസ്ട്രക്ഷനും ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ബി സ്മാർട്ട്, മിടുക്കനാവുക. ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. മിടുക്കനാവരുത്. ഐ ആം സ്മാർട്ട്. ഞാൻ മിടുക്കനാണ്. ഐ ആം നോട്ട് സ്മാർട്ട്. ഞാൻ മിടുക്കനല്ല. ഷീ സ്മാർട്ട്. അവൾ മിടുക്കിയാണ്. ഷീ ഈസ് നോട്ട് സ്മാർട്ട്. അവൾ മിടുക്കിയല്ല. ദേ ആർ സ്മാർട്ട്. അവർ മിടുക്കരാണ്. ദേ ആർ നോട്ട് സ്മാർട്ട്. അവർ മിടുക്കരല്ല. ഐ വാസ് സ്മാർട്ട്. ഞാൻ മിടുക്കനായിരുന്നു. ഐ വാസ് നോട്ട് സ്മാർട്ട്. ഞാൻ മിടുക്കനായിരുന്നില്ല. ദേ വർ സ്മാർട്ട്. അവർ മിടുക്കരായിരുന്നു. ദേ വർ നോട്ട് സ്മാർട്ട്. അവർ മിടുക്കരായിരുന്നില്ല. ഐ വിൽ ബി സ്മാർട്ട്. ഞാൻ മിടുക്കനാവും. ഐ വോണ്ട് ബി സ്മാർട്ട്. ഞാൻ മിടുക്കനാവുകയില്ല. ഐ ക്യാൻ ബി സ്മാർട്ട്. എനിക്ക് മിടുക്കനാകാൻ കഴിയും. ഐ കാൺട്ട് ബി സ്മാർട്ട്. എനിക്ക് മിടുക്കനാകാൻ കഴിയില്ല. ഐ കുഡ് ബി സ്മാർട്ട്. എനിക്ക് മിടുക്കനാകാൻ കഴിഞ്ഞു. ഐ കുഡൻറ്റ് ബി സ്മാർട്ട്. എനിക്ക് മിടുക്കനാകാൻ കഴിഞ്ഞില്ല. യു ഷുഡ് ബി സ്മാർട്ട്. നിങ്ങൾ മിടുക്കനാവണം. യു ഷുഡ് നോട്ട് ബി സ്മാർട്ട്. നിങ്ങൾ മിടുക്കനാവരുത്. ഐ വോണ്ട് ടു ബി സ്മാർട്ട്. എനിക്ക് മിടുക്കനാവണം. ഐ ഡോണ്ട് വാണ്ട് ടു ബി സ്മാർട്ട്. എനിക്ക് മിടുക്കനാവണ്ട. അങ്ങനെ എല്ലാ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും നമ്മളെന്താണ് ഒരു വേർഡ് വെച്ച് ഇപ്പോൾ പഠിച്ചിരിക്കുകയാണ്. അപ്പം പോസിറ്റീവും നെഗറ്റീവുമായ എല്ലാ കൺസ്ട്രക്ഷനും നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചിരിക്കുകയാണ്. എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇത് ഈ രണ്ട് കൺസ്ട്രക്ഷനിലും നിങ്ങൾ കടന്നുകൊണ്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. പോസിറ്റീവ് വേർഡുകൾ പോസിറ്റീവുമായി കണക്ട് ചെയ്തുകൊണ്ടും നെഗറ്റീവ് വേർഡ്സ് നെഗറ്റീവുമായി കണക്ട് ചെയ്തുകൊണ്ടും പറയാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ ബി മുതൽ വാണ്ട് ടു ബി വരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറിനോടൊപ്പം കണക്ട് ചെയ്യേണ്ട വാക്കുകളാണ് തരുന്നത്. അത് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വാക്കുകൾ ഇതാ: പ്രാക്ടിക്കൽ, പ്രായോഗികമായ; സിൻസിയർ, ആത്മാർത്ഥതയുള്ള; താങ്ക്ഫുൾ, നന്ദിയുള്ള; ഫെമിലിയർ, സുപരിചിതനായ; പൊളൈറ്റ്, താഴ്മയുള്ള; റെഡി, തയ്യാറുള്ള; ഷുവർ, ഉറപ്പുള്ള; സേഫ്, സുരക്ഷിതമായ; ഇൻട്രസ്റ്റഡ്, താല്പര്യമുള്ള; ഫ്രാങ്ക്, തുറന്ന മനസ്സുള്ള; കംഫർട്ടബിൾ, സൗകര്യപ്രദമായ. ഇനി നെഗറ്റീവ് വാക്കുകളാണ് തരുന്നത്. ഫൂൾ, വിഡ്ഢിയായ; ലാവിഷ്, ധാരാളിയായ; ക്രൂവൽ, ക്രൂരനായ; വയലൻ്റ്, വയലൻ്റായ; സെൽഫിഷ്, സ്വാർത്ഥനായ; സസ്പീഷ്യസ് ഓർ ഡൗട്ട്ഫുൾ, സംശയകരമായ; സൂപ്പർസ്റ്റിഷ്യസ്, അന്ധവിശ്വാസിയായ; ടയേർഡ്, ക്ഷീണിതനായ; നെർവസ്, പേടിയുള്ള. ഇത്തരം വാക്കുകളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അടുത്ത സെഷനിലേക്ക് നമുക്ക് വീണ്ടും കാണാം. So see you on next video. Till then, take care and goodbye.